ഇന്ന് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എത്തിച്ചേരാൻ പോകുന്നത് ആരാണ്? പ്രവീൺ സാറാണ്, മിസ്റ്റർ വിൻ. അതെ, അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ എത്തുന്നത് മെന്റൽ മാജിക്കുമായിട്ടാണ്, മെന്റലിസം. അപ്പോ ഞാൻ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ വിൻ. let's welcome Mr. Praveen sir. This is Grand Magical Circus powered by Amrita Bintu. ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് റാൻഡമായിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു ഹൈടെക് റാൻഡമൈസർ ഉണ്ട്. അതെന്താണെന്നറിയാവോ? ഈ പേപ്പർ ബോൾ. ഓക്കെ, ഇതാണ് എൻ്റെ ഹൈടെക് റാൻഡമൈസർ. ഇത് ഞാനിപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് എറിയും. ഇത് കിട്ടുന്ന ആൾ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കൊച്ചുകുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു അഡൾട്ടിന് കൊടുക്കണം. ഓക്കെ, സോ ഞാൻ പ്രത്യേകിച്ച് ആരെയും നോക്കുന്നില്ല. ഐ ക്ലോസ് മൈ ഐസ്. ഓക്കെ, കൊച്ചു. ഓക്കെ ഓക്കെ, ആക്ഷൻ. പാസ് ചെയ്യ് ആർക്കെങ്കിലും കൊടുക്കുക, ഒരു അഡൾട്ട്. ഓക്കെ, അവിടെ. ഓക്കെ, ഫൈൻ. എന്താണ് പേര് കുട്ടിയുടെ? രാഖി. ഇരിക്കും രാഖി. ഇത് റാൻഡമായിട്ടാണ് രാഖി ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് അല്ലേ? കയ്യിൽ ഇപ്പോൾ ഒരു പേപ്പർ ബോൾ ഉണ്ട്. രാഖി, എനിക്കൊരു നമ്പർ തരണം ബിറ്റ്വീൻ 1 and 52. ഇഷ്ടമുള്ളൊരു നമ്പർ. 5ഓ? 1 and 52 അത്രയും റേഞ്ച് ഉണ്ട്. ബട്ട് 5 മതിയെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് വേറെ നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാം. 10. 5 കഴിഞ്ഞ് 10. ഓക്കെ, ഫൈൻ. കം അപ്പ് ഓൺ ദ സ്റ്റേജ്. ഗിവ് ഹർ എ റൗണ്ട് ഓഫ് അപ്ലോസ്. യാ, കം രാഖി. ഞാൻ ബിറ്റ്വീൻ 1 and ഇവിടെ സൈഡിൽ നിൽക്കുക. ഓക്കെ, ബിറ്റ്വീൻ 1 and 52 ഒരു നമ്പർ പറയാൻ കാര്യം എന്താണെന്ന് അറിയോ? എൻ്റെ കയ്യിൽ ഒരു ഡെക്ക് കാർഡ്സ് ഉണ്ട്. ഒരു ഡെക്കിൽ എത്ര കാർഡ്സ് ഉണ്ടെന്ന് അറിയോ? 52 ചീട്ടുണ്ട്. അതുകൊണ്ടാണ് ഗിവ് മി എ നമ്പർ ബിറ്റ്വീൻ 1 and 52 എന്ന് പറഞ്ഞത്. ബട്ട് ആദ്യം 5 പറഞ്ഞു, ആൻഡ് ദെൻ അത് മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് 10 പറഞ്ഞു. ഓക്കെ, സോ ഇതിൽ നമ്മൾ 10th കാർഡ് ഏതാണെന്നുള്ളത് എടുക്കാൻ പോവാം. ഓക്കെ, വി ഡോണ്ട് നീഡ് ദി കവർ, അല്ലെങ്കിൽ ഈ കവർ കയ്യിൽ വെച്ചോ. ഓക്കെ, ഐ ഹാൻഡിൽ ദാറ്റ്. ഈ ഡെക്ക് കയ്യിൽ പിടിക്കുകയും ഞാനിത് ഷഫിൾ ചെയ്തിട്ടൊന്നുമില്ല. 10 കാർഡ്സ് എൻ്റെ കയ്യിൽ എണ്ണി വെക്കണം. ഐ വിൽ കൗണ്ട് ഇറ്റ് 1 by 1. മോളിൽ നിന്ന് ഓരോ കാർഡ് എൻ്റെ കയ്യിൽ എണ്ണി വെക്കുക. 1 2 3 4 5 6 7 8 9 and 10. 10th കാർഡാണ് സെലക്ട് ചെയ്തത് അല്ലേ? അപ്പോൾ 10th കാർഡ് കയ്യിൽ വെച്ചോ. ഓക്കെ, ഇപ്പോൾ രാഖി അല്ലേ? രാഖി 9 എന്നുള്ള നമ്പറാണ് പറഞ്ഞിരുന്നെങ്കിൽ രാഖി ക്വീൻ ഓഫ് ഡയമണ്ട് ആയിരുന്നതിനെ സെലക്ട് ചെയ്തത്. കറക്റ്റ്. 11 ആണ് പറഞ്ഞിരുന്നെങ്കിൽ 8 ഓഫ് സ്പെയ്ഡ് ആയിരുന്നതിനെ സെലക്ട് ചെയ്തത്. ബട്ട് യു സെറ്റ് 10. ഓക്കെ, ആ 10th കാർഡ് എന്താണെന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ഇറ്റ്? 9 ഓഫ് ഹാർട്ട്സ്. 9 of hearts. കറക്റ്റ്. Yeah. ഈ പേപ്പർ ബോളാണ് രാഖി അവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. ഞാനത് കുറച്ചു നേരം പിടിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം രാഖി ആ പേപ്പർ ബോൾ ഒന്ന് തുറക്ക്. അതിലെന്തോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വേഗം. യാ, ആൻഡ് അത് ശരിക്കും ഒന്ന് നിവർത്തി പിടിച്ചേ. ശരിക്കും ആ റിങ്കിൾസ് ഒക്കെ ഒന്ന് മാറ്റി നേരെ നിവർത്തി വെച്ച് അത് എന്താണ് എഴുതിയേക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? വാട്ട് ഈസ് ഇറ്റ്? അത് ഓഡിയൻസിനെ കാണിക്ക്. ദാറ്റ് ഈസ് ദി 9 of hearts. രാഖി ഏതായാലും ബോൾഡായിട്ട് ഇവിടം വരെ വന്നു. സോ ഐ ആം ഗോയിങ് ടു ഹെൽപ്പ് യു മേക്ക് സം മണി. കുറച്ച് കാശ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ വാട്ട് ഡു വി ഹാവ്? വി ഹാവ് എ കോയിൻ. നമ്മുടെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളൊരു കളിയാണ്. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് പുറകിൽ വെച്ചിട്ട് ഏതെങ്കിലും കയ്യിൽ വെക്കും, എന്നിട്ട് കൈ മുമ്പിൽ കൊണ്ടുവരും. ഞാൻ കണ്ടുപിടിക്കണം ഏത് കയ്യിലാണ് ഓബ്ജക്റ്റ്. ഓക്കെ, ഇതിന് നമുക്കൊരു ജഡ്ജിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. സോ കലേഷ്, can you be our judge? Sure, sir. Okay, give Kalesh a big round of applause. Come, Kalesh. ഇതൊരു വളരെ ഫെയർ ഗെയിമാണ്. ഞാനും രാഖിയും കൂടെ കളിക്കാൻ പോകുന്നത്. Okay. രാഖി ഈസ് മൈൻഡ് ആൻഡ് മൈ മൈൻഡ്. അപ്പോൾ ഇത് മൈൻഡ് ഗെയിമാണ്. മൈ മൈൻഡ് അഗെയിൻസ്റ്റ് യുവർ മൈൻഡ്. Okay. ഓക്കെ, ഗെയിം ഈസ് സിമ്പിൾ അല്ലേ രാഖി? ഈ കോയിൻ എടുക്കുക, കൈ പുറയിൽ പിടിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള കയ്യിൽ വെക്കാം. ഈ ഗെയിമിൽ രാഖി ജയിക്കുകയും ഞാൻ തോക്കുകയും ചെയ്യുകയാണെങ്കിൽ രാഖിക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കും. ഉറപ്പായിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി 2000 rupees. Wow. Okay.
സോ കലേഷ് യു ആർ ദ ജഡ്ജ്. അപ്പോൾ ഞാൻ കാശ് നേരെ ജഡ്ജിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് ഓടി പോകാനൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ബി കെയർഫുൾ. ഏത് കയ്യിലാണ് കോയിൻ എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാനത് തിരിച്ചെടുക്കും. ഞാൻ തെറ്റിപ്പോയാൽ റായിക്ക് കിട്ടും. ലക്കി അല്ലേ? അതെ. ഓക്കെ, സോ ഐ യു ഡൺ? രണ്ട് കൈയും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാം. യെസ്. ഓക്കെ, ലിറ്റിൽ എപ്പാർട്ട്, കുറച്ച് ഇങ്ങനെ എപ്പാർട്ട്, ഇങ്ങനെയല്ല, അടുപ്പിച്ചല്ല, ഇങ്ങനെ സെപ്പറേറ്റ് കുറച്ച് ഹൈറ്റിൽ. ഓക്കെ, നൗ റാഖി, കോയിൻ ഏതർ ഈ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ഈ കയ്യിലുണ്ടാവും. ഞാനൊരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, അതിന് വേഗം ആൻസർ പറയണം. റാഖി ലെഫ്റ്റ് ഹാൻഡഡ് ആണോ റൈറ്റ് ഹാൻഡഡ് ആണോ? റൈറ്റ് ഹാൻഡഡ് ആണ്. റാഖി റൈറ്റ് ഹാൻഡഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും കോയിൻ ഇരിക്കുന്നത്. Drop the coin. That's So. it. The coin is in the left hand. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ബേസിക് സൈക്കോളജിയാണ് അല്ലേ? ഒരു റൈറ്റ് ഹാൻഡഡ് പേഴ്സണെ സ്റ്റേജിൽ വിളിച്ചിട്ട് ഏതെങ്കിലും കയ്യിൽ ഒരു ഒബ്ജക്റ്റ് പിടിക്കുക, ദിസ് ഈസ് എ ഗെയിം എന്ന് പറയുമ്പോൾ ഏത് കയ്യിൽ പിടിക്കും? മറ്റേ കയ്യിൽ പിടിക്കും. അതൊരു സൈക്കോളജിയാണ്. ബട്ട് റാഖിക്ക് മനസ്സിലായി ഇപ്പം ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന്. സൈക്കോളജി മനസ്സിലായി. അപ്പോൾ ഈ 2000 ഞാൻ തിരിച്ചെടുക്കാൻ പോവാം. അല്ല വേണ്ട, ഒരു ചാൻസും കൂടെ കൊടുക്കാം. സോ വി വിൽ പ്ലേ ദ സെയിം ഗെയിം. ആൻഡ് റാഖിക്ക് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വി വിൽ ഡബിൾ ദ പ്രൈസ്. ഒരു 2000 കൂടെ ആഡ് ചെയ്യാൻ പോവാം. another 2000. അപ്പോൾ റാഖി മനസ്സിലായല്ലോ, ഞാൻ തോറ്റാൽ യു വിൻ 4000 rupees. ഓക്കെ, സോ ഇഷ്ടമുള്ള കയ്യിൽ അത് വെക്ക്. ഇടാൻ. ഓക്കെ, ഹാൻഡ്സ് ഫോർവേഡ്, കുറച്ച് അപ്പാർട്ട്. യെസ്, നൗ കോയിൻ കുഡ് ബി ഹിയർ or the coin could be there. പക്ഷേ ഞാൻ ഇപ്രാവശ്യം അത് കണ്ടുപിടിക്കാൻ പോകുന്നത് വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ്. ട്രൂത്ത് ലയർ ടെസ്റ്റ്. ഓക്കെ, റാഖി എന്നോട് എപ്പോഴും നുണ പറയണം എന്ന് എപ്പോഴും നുണയെന്നല്ല, ഏത് കയ്യിൽ കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാലും നോ എന്നുള്ള ആൻസർ എനിക്ക് പറയണം. അപ്പോൾ ഇതിൽ ഏതോ ഒരു കയ്യിൽ കോയിൻ ഉണ്ട്. ഞാൻ ഈ കയ്യിൽ കോയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാലും പറയും. അപ്പോൾ ഒരു പ്രാവശ്യം റാഖി പറയുന്ന ഉത്തരം കളവായിരിക്കും. ഒരു മനുഷ്യൻ കള്ളം പറയുമ്പോൾ നമുക്ക് നല്ല വിസിബിൾ സൈൻസ് കിട്ടും. അത് ഈ ബോഡി ലാംഗ്വേജിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ആ സൈൻസ് വേഗം മനസ്സിലാവും. ആ സൈൻ നോക്കി ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ഏത് കയ്യിലാണ് കോയിൻ. ഓക്കെ, സോ കോയിൻ ഇവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകാം. കൈ ഇങ്ങനെ സെപ്പറേറ്റ് പിടിക്കാം. ഓക്കെ റാഖി, കോയിൻ റൈറ്റ് ഹാൻഡിലുണ്ടോ? നോ. ലെഫ്റ്റ് ഹാൻഡിലുണ്ടോ? റൈറ്റ് ഹാൻഡിലാണോ? ലെഫ്റ്റ് ഹാൻഡിലാണോ? ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ചെയ്തപ്പോൾ നോ പറയാൻ നേരത്തെ 2 പ്രാവശ്യം തല ഇങ്ങനെ ഷേക്ക് ചെയ്യും. ഓക്കെ, ബോഡി ലാംഗ്വേജ്, ഏതാ ആസിഫ് അവിടെ ഉണ്ട് എന്ന് അഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ഒരു കള്ളം പറിച്ചില്ല എന്നാ എനിക്ക് തോന്നുന്നതാണ്. സോ ഈ 4000 rupees കൊണ്ട് ഞാൻ പറയാണ്, കോയിൻ ഈസ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ്, ഡ്രോപ്പ് ദ കോയിൻ. യാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. രാഖി ഞെട്ടിയോ? അല്ല, പക്ഷേ എനിക്കൊരു വളരെ വലിയൊരു ആഗ്രഹമുണ്ട്. റാഖി ഷുഡ് വിൻ ദിസ്. ആണോ? അത് കാരണം വി വിൽ പ്ലേ ദിസ് ഗെയിം ഒരു പ്രാവശ്യം കൂടെ. ഒരു 2000 കൂടെ സാർ തരും. നാളെ പിറന്നാളാണോ? ഓക്കെ, അപ്പോൾ 6000 രൂപ. പക്ഷേ ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ വേറൊരു സമ്മാനമുണ്ട്, അത് ഞാൻ പറയാം. തോറ്റാൽ വേറൊരു സമ്മാനം കൊടുക്കും, ജയിക്കുമ്പോൾ ഈ സമ്മാനമാണ്. ഓക്കെ, 6000 rupees. അതെ, ജഡ്ജിന്റെ കയ്യിലാണ്. ഞാൻ തോറ്റാൽ കൊടുക്കാം ഉറപ്പായിട്ടും. ഓക്കെ റാഖി, ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ കോയിനൊരു ഹെഡ് ഉണ്ട്, ഈ സൈഡ് ടെയിൽ. അപ്പോൾ ദിസ് ഈസ് എ ഹെഡ്, ദാറ്റ് ഈസ് എ ടെയിൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോയിൻ ബാക്കിൽ പിടിക്കുമ്പോൾ അതിങ്ങനെ സ്പിൻ ചെയ്യണം. അപ്പോൾ കയ്യിൽ വെച്ചാൽ ഹെഡാണോ ടെയിലാണോ കൈ തുറക്കുമ്പോൾ കാണുക എന്നുള്ളത് റാഖിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഓക്കെ, എന്നിട്ട് ഇഷ്ടമുള്ള കയ്യിൽ പിടിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കയ്യിൽ വെക്കണം, അതിനു മുമ്പ് കോയിൻ സ്പിൻ ചെയ്യണം. ഓക്കെ, സോ യു ഡു ദാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് അല്ലേ? കാരണം ഇവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഏത് കയ്യിൽ കോയിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, അത് ഒരു ടാസ്ക്. രണ്ടാമത് കൈ തുറക്കുമ്പോൾ കോയിൻ്റെ ഏത് സൈഡാണ് ഫേസപ്പ് ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും ഞാൻ തോറ്റാൽ കലേഷ് എൻ്റെ 6000 രൂപ ഒരു സമ്മാനമായിട്ട് രാഖിക്ക് കൊടുക്കുന്നതായിരിക്കും. അതിൽ എൻ്റെ ഗുരുനാഥനാണെന്നൊന്നും ഞാൻ നോക്കില്ല, കൃത്യമായിട്ട് രാഖി കൊടുക്കുക.
അഥവാ റാഖി ജയിച്ചു ഞാൻ തോക്കുകയാണെങ്കിൽ യു ഗെറ്റ് ഇറ്റ്, ഞാൻ ജയിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് അനദർ പ്രൈസ്. അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഡൺ. ബോത്ത് ദ ഹാൻഡ്സ് ഫോർവേഡ്, സ്ട്രേറ്റ്. ഓക്കെ, നൗ ദ കോയിൻ കുഡ് ബി ഹിയർ, ദ കോയിൻ കുഡ് ബി ദർ, അല്ലേ? ഇവിടെ ഞാൻ വേറൊരു ടെസ്റ്റാണ് ചെയ്യാൻ പോണേ. ട്രൂത്ത് ലൈ അല്ല. ഞാൻ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോൾ റാഖിയുടെ കൈ ക്ലോസ് ചെയ്യണം. ഒരു കൈ മറ്റേ കൈയുടെ മുകളിൽ വെക്കണം, ഇഷ്ടമുള്ളതുപോലെ. റെഡി? നൗ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്തു. സൈക്കോളജി പറയുന്നത് ദ ഗിൽറ്റി ഹാൻഡ് എന്ന് പറഞ്ഞാൽ കോയിനുള്ള ഹാൻഡ് ഓൾവേസ് ഗോ അണ്ടർ, താഴത്തേക്ക് പോകും. കാരണം അത് ഗിൽറ്റിയാ. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്നു 6,000 റുപ്പീസ് വെച്ച് ഞാൻ പറയുന്നു കോയിൻ ഈ കയ്യിലില്ല. സോ അതിങ്ങനെ തുറന്ന് കാണിച്ച എല്ലാവരെയും, കോയിൻ അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു. പുതിയ ഹാൻഡ് ആവും. ഇനി ഈ കൈയാണുള്ളത്. ആ കയ്യിൽ കൈ തുറന്നാൽ ഏത് സൈഡാണ് ഫേസ് അപ്പ് എന്ന് രാഹിക്ക് അറിയോ? രാഹിക്കും അറിയില്ല, എനിക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല സാർ. അറിയില്ല. റാഖി ഒരു കാര്യം ചെയ്യും, ആ കോയിൻ കയ്യിൽ ഫ്ലാറ്റായി വെച്ചോണ്ട് മറ്റേ കൈ അതിൻ്റെ മുകളിൽ വെക്കുക. ഞാൻ നോക്കില്ല. വെച്ചോ? അപ്പോൾ അങ്ങനെ ഫ്ലാറ്റായിട്ട് പിടിക്കാം. ഞാൻ പറയുന്നു ഈ കൈ തുറക്കുമ്പോൾ ഹെഡ് ആയിരിക്കും, ഫേസ് അപ്പ് ആയിട്ടിരിക്കും. യാ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ജഡ്ജ് 6,000 റുപ്പീസ് തന്നെ രാഖിക്ക് കൊടുക്കും. ഞാനാണ് പറഞ്ഞത് കറക്റ്റെങ്കിൽ യു റിട്ടേൺ ദ മണി ബാക്ക് ടു മീ. അതെ. ഇപ്പോൾ ഓഡിയൻസിന്റെ എല്ലാവരുടെയും ആഗ്രഹം രാഖിക്ക് പൈസ കിട്ടണം, കലേഷിന്റെ ഉൾപ്പെടെ അതെ, ആഗ്രഹം അതാണെന്ന് എനിക്കറിയാം. പക്ഷേ ദിസ് ഈസ് എ മൈൻഡ് ഗെയിം അല്ലേ? അത് മാത്രമല്ല നാളെ രാഖിയുടെ ബർത്ത്ഡേ ആണ് സാർ. ഓക്കെ, ഇന്നിപ്പോ പറഞ്ഞു. ഓക്കെ, രാഖി കറക്റ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കട്ടെ. That is the head. ഒന്ന് ക്യാമറ കാണിച്ചു കൊടുക്കൂ രാഖി. Okay, that is the head. Yeah. So I'm going to take the coin out. പക്ഷേ രാഖിക്ക് നമ്മളൊരു സമ്മാനം പ്രോമിസ് ചെയ്തു. അതെന്താണെന്നറിയോ? A big round of applause from the audience for her. That is her gift. സാർ, ഇനി എന്നാണ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് വരുന്നത്? ഉടനടി പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സാർ. Thank you so much.